രാജ്യത്തെ മുസ്ലിംസിനാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ മുസ്ലിം അമ്മമാരും നരേന്ദ്രമോദിജിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. മുത്തലാഖ് നിരോധനമാണെങ്കിലും അതുപോലെയുള്ള ഓരോ സ്വത്തിന്റെ കാര്യങ്ങളാണെങ്കിലും പെൺമക്കളുടെ സ്വത്തവകാശം, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളിലും ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ആ സുരക്ഷ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇവിടെ അത്രയും ഇനി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടോ. സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ പേരാണ് ലക്ഷ്മിപ്രിയ. നമുക്കറിയാം 2020 ഭാഗമായിട്ട് BJPയിൽ മത്സരിക്കാൻ നിന്നു. ഇപ്പോഴാ മുസ്ലിങ്ങളോടുള്ള മോഡിജിയുടെയും BJPക്കാരുടെ സ്നേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കവിഞ്ഞ് സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഡിജിയാണ് എല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്നു. എന്താണ് നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭരണത്തിന്റെ ഭാഗമായിട്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ന്യൂസ് ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ചില ഇൻസ്റ്റാഗ്രാം ചില അക്കൗണ്ടുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും കൊണ്ടുവരുന്നുണ്ട്. നോക്കാപ്പ് പോലുള്ള അക്കൗണ്ടുകൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം ചാനലുകൾ പൂട്ടിക്കുന്നുണ്ട്. മെറ്റയെ കൊണ്ട് മറന്നു പോകരുത്. എന്താണ് മുസ്ലിങ്ങൾക്ക് അവിടെ അനുഭവിക്കുന്നതെന്നുള്ളതാണ്. ഇവരുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഇവരുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പോസ്റ്റിന് ഒരു അഭിപ്രായം അവരെ പോസ്റ്റിന് ഓദർ തന്നെ ഒരു അഭിപ്രായം എതിരിടുമല്ലോ. ഉദാഹരണത്തിന് ഞാനൊരു പോസ്റ്റ് ഇടുന്നു ഫേസ്ബുക്കിൽ. അതിന്റെ ആ ഫേസ്ബുക്കിലെ താഴത്ത് ഒരുപാട് കമന്റുകൾ വരുന്നു. അപ്പൊ ഒരു കമന്റിന് ഞാൻ മറുപടി എഴുതി കഴിഞ്ഞാൽ ഓദർ തന്നെ, അതായത് എഴുതിയിട്ട ആള് തന്നെ ഇട്ട കമന്റ് എന്ന രീതിയിൽ ഇതാ ഇപ്പൊ നമുക്ക് സൈഡിൽ കാണാൻ കഴിയും. അതേ രീതിയിൽ കാണാം. ലക്ഷ്മിപ്രിയ ഇട്ട കമന്റ് എന്ന രീതിയിൽ, അജയകുമാർ TGക്ക് ഇട്ട കമന്റ് എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന സംഗതി ഇതാണ്: ഈ ലോകത്ത് ഇസ്ലാമിനെ കൊണ്ട് ജീവന് സംരക്ഷണം കിട്ടിയ ഒരേ ഒരു ജീവി ഞങ്ങളാണ്, നന്ദി പ്രവാചക എന്നാണ്. എന്നിട്ട് ഒരു പന്നിയാണ് ആ ഒരു പോസ്റ്റർ പിടിച്ചു നിൽക്കുന്നത്. ഈ ലോകത്ത് ഇസ്ലാമിനെ കൊണ്ട് ജീവന് സംരക്ഷണം കിട്ടിയ ഏക ജീവി. ഇതിന്റെ അർത്ഥം എന്തുവാ സുഹൃത്തുക്കളെ? ഇസ്ലാമിനെ കൊണ്ട് ഈ ലോകത്ത് മറ്റു പല ജീവികൾക്കും, മനുഷ്യരടക്കമുള്ള മറ്റു പല ജീവികൾക്കും സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, ജീവന് സംരക്ഷണമില്ല എന്നർത്ഥം. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക വർത്തമാനം വെച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രവാചകനെ നിന്ദിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഇസ്ലാമികൾ മുഴുവൻ ഇങ്ങനെ കൊലപാതകത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളുകളാണ്. ഇവരെന്തോ ഒരു ജിഹാദിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളാണെന്ന് നോക്കൂ. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നു. ഞാനിത് ഇവരാവില്ല എന്ന് നോക്കുമ്പോൾ, ഞാൻ ലക്ഷ്മിപ്രിയ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, ഉച്ചയാകുമ്പോഴേയും കരച്ചിൽ കുറയുമെന്ന് എഴുതി, ഈശ്വര സ്വന്തം അച്ഛനെ തിരിച്ചറിയാത്തവർ, ആഹാ അവറ്റകളെ കരച്ചിൽ കാണാൻ എന്താ രസം, കരഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പന്നികളുടെ ഫോട്ടോ ഇട്ടിട്ട് ഇവരിങ്ങനെ എഴുതി നിറക്കുന്നുണ്ട്. ഫേസ്ബുക്കില് ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നോക്കൂ, അമ്മ എന്ന് പറയുന്ന സംഘടനയില് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയില് ഇവര് പ്രവർത്തിക്കുന്നത് അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സംതിങ് ലൈക്ക് എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയില്, ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീയാണ്. എന്റെ പൊന്നു ലക്ഷ്മിപ്രിയെ, താങ്കളെ സംഘടനയിൽ മമ്മൂട്ടി അടക്കമില്ലേ? മമ്മൂട്ടി ഇസ്ലാമല്ലേ? അല്ലേ? നോക്കൂ, അങ്ങനെ എത്ര മാപ്പിളമാരുണ്ട് അതില്. ഫഹദ് ഫാസിൽ മുസ്ലിം അല്ലേ? ഇനിയിപ്പോ ആരൊക്കെ എടുക്കണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇസ്ലാമുകളായിട്ടുള്ള ഒരുപാട് പേര് ആ ഒരു സിനിമാ സംഘടനയിലുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് നാളെ ഇവന്മാരൊക്കെ മുഖത്ത് നോക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഇത് അവരാണെങ്കിൽ, ഇത് ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന സംഗതി ഇങ്ങനെയാണ്. അമ്മയുടെ ബൈലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് എന്നിവയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പൊതുസംഘടനയുടെ ഭാരവാഹിയായ മതവിശ്വാസങ്ങളെ അപമാനിക്കുകയും സമൂഹത്തിൽ വിദ്വേഷം വിതയ്ക്കുകയും ചെയ്യുന്ന ധാർമ്മികയ്ക്ക് വിരുദ്ധമല്ലേ? അതല്ലെങ്കിലും ധാർമ്മികയ്ക്ക് വിരുദ്ധമാണ്, ഇന്ത്യ വിരുദ്ധമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെ നാടൊന്നുമല്ല. ഉത്തരേന്ത്യ സംഖ്യകളൊക്കെ വിചാരിക്കുന്ന പോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരൊറ്റ മതത്തിന്റെ നാടായിട്ട് മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ മാറണമെന്നൊക്കെ കുറെ ദളിത് സംഖ്യകളൊക്കെ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു BJP ഭരണം പരിപൂർണമായിട്ടും ഇന്ത്യ മുഴുവൻ വരികയാണെങ്കിൽ ആദ്യം കുടുങ്ങുക ഇവിടെ ദളിതുകളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമതും മൂന്നാമതൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് ഒക്കെ വരികയുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്, അതങ്ങനെ നടക്കുള്ളൂ. അതിനിപ്പോ വേറെ വീഡിയോ ഞാൻ അതിന് വേണ്ടി ചെയ്യാം.
എന്തായാലും ഇവര് മുസ്ലിങ്ങളെ കരുവാക്കിക്കൊണ്ടാണ് ഇവര് ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ എഴുതിടുന്നത് എന്നർത്ഥം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവരെ നിങ്ങൾ മനസ്സിലാക്കണത് ഇവർ BJPക്ക് വേണ്ടി മത്സരിക്കാൻ നിന്നിരുന്ന സ്ത്രീയാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ജയിച്ചു കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഇത്തവണ 2020 ഭാഗമായിട്ട് NDAക്കൊപ്പം മത്സരിക്കുന്ന ആളുകൾ നോക്കിക്കോളൂ, ഒക്കെ വിവരം കിട്ടാൻ 5 പൈസക്ക് ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച്, ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ച് ലേശം ബോധമില്ലാത്ത ആളുകളാണ് ജയിച്ചു വന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതൊരു ഭയങ്കര അപകടകരമാണ്. ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി, ഈ ഒരു സ്ത്രീ ഒരുപാട് പല വ്യത്യസ്ത മതത്തിൽപ്പെട്ട, മമ്മൂട്ടി അടക്കം, മുസ്ലിം അല്ലേ, മമ്മൂട്ടി അടക്കമുള്ള ആളുകള് മെമ്പർഷിപ്പ് ആയിട്ടുള്ള അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ഈ സ്ത്രീ മുസ്ലിങ്ങൾ മുഴുവൻ പ്രശ്നക്കാരാണ്, മുസ്ലിങ്ങൾ മുഴുവൻ മറ്റുള്ള ജീവികളെ കൊല്ലുന്നവരാണ്, മുസ്ലിങ്ങളെ കൊണ്ട് മറ്റു ജീവികൾക്കൊന്നും നേരമ്പലോട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പരാമർശങ്ങളും മറ്റൊക്കെ എഴുതിടുകയാണെങ്കിൽ ഈ മമ്മൂട്ടിയൊക്കെ ഇവരെ കീഴിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തരത്തിലുള്ള ആളുകൾക്ക് അമ്മയെന്നൊക്കെ പുറത്താക്കണ്ടേ? ഇതൊക്കെ മതവിരുദ്ധമായ പ്രസ്താവനകളല്ലേ ഇവര് എഴുതിയിട്ടുകൊണ്ടേയിരിക്കുന്നത്. പന്നികളെ കരച്ചിൽ കേട്ടാൻ എന്ത് രസമാണ് എന്നൊക്കെ എഴുതിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായൊരു പരിപാടിയാണോ? എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയായ പരിപാടിയാണെന്ന്. അതിന്റെ ഒപ്പൊക്കാണ് ഇങ്ങനെ, എനിക്ക് ഇവരെ ഇരട്ടത്താപ്പാണ് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഒരേ സമയം മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ പച്ചയ്ക്ക് ഓരോന്ന് എഴുതി വിടുകയും എന്നാൽ തൊട്ടടുത്ത നിമിഷം ഇവിടുത്തെ മുസ്ലിംസിനാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. നോക്കൂ, ഒരു സർക്കാരിനെ കൊണ്ട് ഗുണമുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കാണ് ഗുണമുണ്ടാവേണ്ടത്. മുസ്ലിങ്ങൾക്ക് ഗുണം, ഹിന്ദുക്കൾക്ക് ഗുണം, നായന്മാർക്ക് ഗുണം, തീയന്മാർക്ക് ഗുണം, ചെറുമക്കൾക്ക് ഗുണം, കണക്കന്മാർക്ക് ഗുണം എന്നൊക്കെ പറഞ്ഞ് ജാതിയും മതവും തിരിച്ചിട്ടുള്ള ഗുണങ്ങളല്ല വേണ്ടത്. എന്റെ പൊന്നു സുഹൃത്തെ, പൊതുജനങ്ങൾക്ക് ഗുണകരമായി വരുന്ന കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഒരു അമ്പലം പണിഞ്ഞു, ആർക്കാ ഗുണം? ഹിന്ദുക്കൾക്ക് മാത്രമാണ്. പള്ളി പണിഞ്ഞു, ആർക്കാ ഗുണം? മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. അതല്ല വേണ്ടത്. അമ്പലമല്ല വേണ്ടത്, പള്ളിയല്ല വേണ്ടത്. അതാണ് പണ്ട് തന്നെ ഇവിടുത്തെ സോഷ്യലിസ്റ്റുകളൊക്കെ പാടി നടക്കുന്നത്, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരമെന്ന്. അമ്പലങ്ങളല്ല വേണ്ടത്, പള്ളിക്കൂടങ്ങളാണ് പണിയേണ്ടത്. പള്ളിയോ അമ്പലങ്ങളല്ല വേണ്ടത്, പള്ളിക്കൂടങ്ങളാണ് വേണ്ടതെന്ന് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾ പാടി നടക്കുന്നത് ഇമാതിരി വിഷവിത്തുകള് നമ്മുടെ അധികാരത്തിലേക്കും മറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരിങ്ങനെ പച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിലാണ് എത്രയോ ആയിരക്കണക്കിന്, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ മാത്രമല്ല, ഞാനൊരു 4 സുഹൃത്തുക്കൾ ഇടയിരുന്നിട്ടാണ് ഈ മതവിരുദ്ധ വർത്താനം പറയുന്നതെങ്കിൽ ശരി, അത് അവിടെ വെച്ച് അവസാനിക്കും. ഇതല്ല, ലോകം മുഴുവൻ കാണപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത് ആണോ അല്ലോ എന്നറിയില്ല, പക്ഷെ ഇവരെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറേ സംഗതികളൊക്കെ കാണാനുണ്ട്. ഇനിയിപ്പോ അതില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്ന് കഴിഞ്ഞാൽ ഞാൻ ലക്ഷ്മി പ്രിയ നോക്കട്ടെ കേട്ടോ. ലക്ഷ്മി പ്രിയ ഇതാ വരുന്നു, കണ്ടില്ലേ? നിങ്ങൾക്ക് ആ പന്നിയുടെ ഒക്കെയുള്ള പോസ്റ്റുകൾ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ ഏതോ ഒരു കമന്റിനാണ്, ഏതോ ഒരാള് എഴുതിയുടെ കമന്റിനാണ് അവര് ഇങ്ങനെ ഒരു മറുപടി കമന്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അവരത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട്. കാരണം ഇത് വളരെ പെട്ടെന്ന് അവരുടെ ഉള്ള വില മുഴുവൻ കളയുന്ന ഒരു പരിപാടിയല്ലേ. സംഗതി ഒരു സംഗതിയാണ്, പക്ഷെ സ്വന്തം വില മറ്റുള്ളവരെ മുമ്പിൽ ഇങ്ങനെ കളയാതിരിക്കാനൊക്കെ ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ സിനിമാ മേഖലയിലുണ്ട്. മമ്മൂട്ടിയെ പോലുള്ള കുറെ മുസ്ലിങ്ങൾ, ഫഹദ് ഫാസിലെ പോലെ കുറെ മുസ്ലിങ്ങളൊക്കെ ഇവരുടെ താഴെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്ത് തരത്തിലായിരിക്കും ഇവര് മമ്മൂട്ടിയെ കാണുന്നുണ്ടായിരിക്കുക? പന്നീനെ പോലെയാണോ? ഫഹദ് ഫാസിലെ കാണുന്നത് പന്നീനെ പോലെയാണോ? ചോദിക്കണ്ടല്ലേ? ചോദിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടില്ലെങ്കിൽ സംഗതി അത്ര ശരിയാവില്ല. അപ്പൊ സുഹൃത്തുക്കളെ, അഭിപ്രായങ്ങൾ എഴുതി വെക്കണം. നിങ്ങളെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യണം. ബൈ.